സാധാരണക്കാരന് ഓണമെന്ന് പറയുമ്പോൾ സൗജന്യ ഓണക്കിറ്റ് വിതരണം എന്ത് കിട്ടും എന്നതൊക്കെ തന്നെയാണ്. എന്തായാലും ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. AAY കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഓണക്കിറ്റ് ലഭ്യമാകുക. നാളെ മുതൽ ഓണക്കിറ്റുകൾ റേഷൻ കടകൾ വഴി വാങ്ങിക്കാം. 14 സാധനങ്ങൾ അടങ്ങിയതാണ് കിറ്റ്. സെപ്റ്റംബർ 4-ന് കിറ്റ് വിതരണം അവസാനിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പിന്നാലെ സർക്കാരിന്റെ ഓണക്കിറ്റുകളുടെയും വിതരണം ആരംഭിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുക. ക്ഷേമ സ്ഥാപനത്തിലെ 4 അന്തേവാസികൾക്ക് 1 കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകൾ വഴിയാണ് കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റ് വിതരണത്തെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. എന്നാൽ സർക്കാരിനുള്ളത് വ്യക്തമായ നിലപാടാണ്. കോവിഡ് കാലത്തെ സ്ഥിതിയല്ല ഇന്ന്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഓണക്കിറ്റ് നൽകാത്തതെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാവുകയും സമ്പദ് വ്യവസ്ഥയും തൊഴിലും പുനർജീവിക്കുകയും എല്ലാവർക്കും അത് നൽകേണ്ട സാഹചര്യമില്ല എന്ന് നമുക്കെല്ലാം ഉത്തമമായ ബോധ്യം വന്നതുകൊണ്ടാണ് അതിദരിദ്ര വിഭാഗത്തിന് മാത്രമായി കഴിഞ്ഞ 2021 മുതൽ നമുക്ക് ഈ കിറ്റ് വിതരണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നത്. പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ, പരിപ്പ്, വൻപയർ, ശബരി തേയില, പായസം മിക്സ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മിൽമ നെയ്യ്, കശുവണ്ടി എന്നിവ അടങ്ങിയതാണ് ഓണക്കിറ്റ്. 6,3291 കിറ്റുകളാണ് വിതരണം ചെയ്യുക. കിറ്റ് വിതരണം സെപ്റ്റംബർ 4-ന് അവസാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.